പീസസ് ഉപയോഗിക്കുന്നത് ഭയങ്കര രസമാണ്. ഈ ഗീതാ ഗോവിന്ദത്തിൽ ഫസ്റ്റില് വീണ ഉപയോഗിച്ചിട്ട് ചെറിയൊരു സാധനം ഓക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നി അങ്ങനെ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അത്രയും നിൽക്കില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ വീണ കഴിഞ്ഞിട്ട് വരുന്നത് ശ്രുതിന്റെ എന്താ പറയാ, എന്ത് വോയിസ് ആണ് നമുക്ക് ഇതുവരെയും ഡിഫൈൻ ചെയ്യാത്ത ഒരു വോയിസ് ആണ് വരുന്നത്. അതൊക്കെ ഇത്രയും മാജിക്കലായിട്ട് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ അത് ഒരുപക്ഷെ ഗോപിക്ക് എളുപ്പമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കത് ചിന്തിച്ചെത്താൻ പറ്റില്ല. എനിക്കും ചിന്തിച്ചെത്താൻ ആ പറ്റില്ല. ഞാനും ഈ ക്രിയേഷൻ നടക്കുമ്പോൾ ഞാനും ഒരു ഔട്ട്സൈഡറാണ് ആക്ച്വലി. ഉം, ഞാനത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു മീഡിയേറ്ററാണ്, ഉം, ആരുടെയോ ഒരു മീഡിയേറ്റർ. ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മുടെ പിന്നിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. ഉം, അതെനിക്ക് തോന്നാറുണ്ട്. ഉം, ഉം. ഈ മറ്റേ പ്രേതവാദ കൂടി എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്തോ ഒരു ഉള്ളിലൊരു ഇൻസ്റ്റിങ്ക്റ്റ് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യും. അതാണ് നമ്മുടെ ഉൾവിളി എന്ന് പറയുന്ന സാധനം. ഞാനത് ഫോളോ യുവർ ഹാർട്ട്, ഞാനത് ഫോളോ ചെയ്യുന്ന ആളാണ്. എൻ്റെ മനസ്സെന്താ തോന്നുന്നത് അത് വൃത്തിക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിന് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്ന ആലോചിക്കില്ല. മനസ്സിൽ എന്താ തോന്നുന്നത് അത് ഫോളോ ചെയ്യുന്നു, മ്യൂസിക്കിലായാലും എന്തിലായാലും. അത് ഫസ്റ്റിൽ എങ്ങനെയാണ് ഇങ്ങനെ ടാ 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 ടാ, ആ അത് ഒന്ന് ട ഒന്ന് ട അത് ട ട ട ട. ട 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 ട. ട ട ട ടേ. ആണത് വലിയ രാഗത്തിലത് വരിക. അപ്പോൾ അത് അങ്ങനെ ഒരു തുടക്കം വന്നു. അതിൻ്റെ ട്യൂൺ ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് അതിൻ്റെ ഫുൾ കമ്പോസിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ആ 4 ദിവസം കൊണ്ട് അതിൽ എല്ലാ പാട്ടും കഴിഞ്ഞിട്ടുണ്ട്. അതടിപൊളിയാ. തെലുങ്കിലൊക്കെ ഒരു പടം കമ്പോസിങ് തുടങ്ങിയ 2 മാസമൊക്കെ എടുക്കും തീരാനായിട്ട്. ഞാനിവിടെ 2 മാസം 4 പടം ചെയ്യായിരുന്നു. ഇൻകെ പാടാൻ പറ്റുമോ? പാടാൻ എനിക്കെങ്ങനെ ലിറിക്സ് എനിക്ക് ആ ఇంకేం కావాలే చాలే ఇది చాలే నీకే నువ్వే వచ్చి వాళ్ళవే ఇకపై తిరనాളే గుండెల్లోన వేగం పెంచావే. സെറ്റുകളുണ്ടാവും ലിറിക്സിൽ, പക്ഷെ ഇങ്ങനെയാണ് എൻ്റെ ഭയങ്കര രസമുള്ളതായിരുന്നു അത്. ഭയങ്കര ഹിറ്റായി. അതൊരു ഇന്റർനാഷണൽ ഹിറ്റിലോട്ട് പോയത്. അത് ചെയ്യുമ്പോൾ ഒന്നും ഞങ്ങൾ പ്രതീക്ഷയില്ല കേട്ടോ. ഡയറക്ടറോട് ചോദിച്ചു ഈ സിറ്റുവേഷൻ എങ്ങനെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ടറിനോട് പറഞ്ഞു, പരശുരാം എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. ഗോപി ഈ ഒരു സിറ്റുവേഷൻ മലയാളത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനൊരു കർണാട്ടിക് ബേസിലുള്ളൊരു മെലഡിയൊക്കെ കൊടുക്കുമായിരിക്കും. മലയാളത്തിൽ പൊതുവെ കർണാട്ടിക് ഭയങ്കര ഇഷ്ടം, നമുക്ക് അത് തന്നെ പിടിക്കാം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ട്യൂൺ കൊടുത്തു. ഇത് മതി എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പുള്ളിക്കോലും അറിയില്ല എത്ര വലിയ ഹിറ്റായി മാറുന്നു. എനിക്ക് തരുന്ന ഫ്രീഡം അല്ലെ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോട് ഒരു മിസ്സായിട്ടില്ല. വിജനതയിൽ പാതി വഴി തീരുന്നു. അത് ആ പാട്ട് നമ്മൾ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ലിറിക്സ് ഇതിന്റെ ബ്യൂട്ടി നോക്കുന്നുണ്ട്. വിജനതയിൽ നമ്മൾ സങ്കല്പിക്കുന്നു, അത് പാതി വഴി തീർന്നു പോകുന്നു, ആ പാത എവിടെയോ മങ്ങിപ്പോകുന്നു എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ അത് തേടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ ചരണത്തിന് മുമ്പ് ഒരു ഇൻസ്പിറേഷണൽ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അത് എന്ത് ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ചെറിയ ബിറ്റ്, ആ ബിറ്റ് വരെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഓർക്കണുണ്ടോ അത്? ആ ബിറ്റ്സ് എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ കൈയും കാലം എങ്ങനെ ഇരിക്കുന്നത് എന്നോട് ചോദിച്ച പോലെ ഇരിക്കും. അത് വയലൻസ് ആണ്. അതെ അതെ അത് അങ്ങനെയാണ് ഇത് കേൾക്കുന്നത്. സ്ട്രിങ്സ് ആണ്, വയലൻസ് സെക്ഷൻ ആണ് വെച്ചിരിക്കുന്നത്. ഓ, ലേമാൻസിന് അറിയാൻ പറ്റില്ല, നിങ്ങൾ മ്യൂസീഷ്യൻസിന് അറിയാൻ. ഇത് അറിയുന്നില്ല, ഫീൽ ചെയ്യുന്നുള്ള. അതെ, നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നില്ല ഒന്നും അർത്ഥമില്ല. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തോണ്ട് കാര്യമില്ല. ലേമൻ അത് ഫീൽ ചെയ്യണല്ലോ. അപ്പൊ ഫീൽ ചെയ്തെന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം. ആ പാട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി എനിക്കൊരു പ്രഷർ ഉണ്ടായിരുന്നത്, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട മഞ്ജു വാര്യറിന്റെ 14 വർഷങ്ങൾക്ക് ശേഷമുള്ള റീ എൻട്രിയാണ്. ആളുകൾ ആ ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പോകുന്ന ആദ്യത്തെ ഒരു സോങ് ആണത്. എൻ്റെ കയ്യിലുള്ള റെസ്പോൺസിബിലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പാട്ടിൽ ഒരു നൊമ്പരം വേണം, ഉയർത്തെഴുന്നേൽപ്പ് ഫീൽ ചെയ്യണം, എനർജി ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ബ്രീഫിംഗ് ഉണ്ട്. ഈ ഒരു പാട്ടിൻ്റെ ആവശ്യകത. ആളുകളും വീട്ടമ്മമാരും കാത്തിരിക്കുന്നു മഞ്ജു വാര്യറിനെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സ്ക്രീനിൽ കാണുന്നു. ഈ പാട്ടിലൂടെയാണ് ആളുകൾ വീണ്ടും റീ എൻട്രി. അപ്പോൾ എൻ്റെ ഉള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ആക്ച്വലി. ഈ പാട്ട് അത്രയും ഗംഭീരമായിട്ട് വരണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. എനിക്കാണെങ്കിൽ ആ സമയത്ത് നിന്ന് തിരിയാൻ സമയമില്ലാതെ 4-5 പ്രോജക്ട്സ് ഒരേ സമയം പോയിക്കൊണ്ടിരിക്കും. അതിനിടയിലാണ് ഇങ്ങനൊരു വെല്ലുവിളിയോട് വരുന്നത്. ഒരു പാട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റുകയും, പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആ കഥാസന്ദർഭത്തിന് ഒത്തു പോവുകയും വേണം. ഔട്ട്സൈഡ് ദ മൂവി മഞ്ജു വാര്യർ ആദ്യമായിട്ട് കാണുകയാണ്. അതിന് ശേഷം 14 വർഷങ്ങൾക്ക് ശേഷം കാണാൻ ആഗ്രഹിച്ചിരുന്ന മഞ്ജു വാര്യർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് വീട്ടമ്മമാരായിക്കോട്ടെ, ഒരുപാട് ഫാമിലിയുള്ള മെമ്പേഴ്സ് എല്ലാവരും കാണുന്നു. അതിനെപ്പോഴും ഒരു വുമൺ പഞ്ച് അല്ലെങ്കിൽ വുമൺ ഫീൽ, ഒരു വുമൺ ടേസ്റ്റ്
എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ നേരെ വൈറ്റ് ഫോർട്ട് ഹോട്ടലിലോട്ട് കയറി ചെല്ലുന്നു. മാനേജർ അവിടെ എൻ്റെ ലാപ്ടോപ്പ് സെറ്റപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സുമേഷ് എൻ്റെ ഗിറ്റാറിസ്റ്റ് അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ ഏതൊരു കമ്പോസിങ് കഴിഞ്ഞു, അതേതൊരു ഇടിപ്പൊളി ഭയങ്കര ഫാസ്റ്റ് നമ്പർ ഏതൊരു ഇടിപ്പൊളി പടമാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് സംവെയർ ഇൻ മേനക ജംഗ്ഷനിലുള്ള ഏതൊരു അവിടുന്ന് ഒരു ഫ്ലാറ്റിൽ നിന്ന് ഞാൻ നേരെ വന്ന് വൈറ്റ് ഫോർട്ടിലോട്ട് വന്ന് കയറുന്ന റോഷൻ ആൻഡ്രസ് വിളിക്കുന്നു, എന്തായി പാട്ട് എന്തായി? ഞാൻ ഇപ്പോൾ വിളിക്കാം. അതായത് അദ്ദേഹത്തിനാണ് ഞാൻ നുണ പറഞ്ഞു വെച്ചിരിക്കുന്നത്, രാവിലെ തുടങ്ങി കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ പാട്ട് എന്തായിരുന്നു, ഞാൻ ഇപ്പോൾ വിളിക്കാം വെച്ച് അത് അപ്പോൾ ആ പ്രഷറിൽ കമ്പോസ് ചെയ്തു. ആ പ്രഷറിലായിരിക്കും അതുണ്ടായത്. അപ്പം തന്നെ ഞാൻ ഫോൺ ചെയ്തിട്ട് ഈ ട്യൂൺ ഫോണിൽ കൂടിയാണ് കേൾപ്പിക്കുന്നത്. തരരിരി 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 തീരി തീരി തിരി തീ ബൈ, ഇത് മതി, ഇത് പൊളിച്ചു, ഇത് നല്ല ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുവെച്ചാൽ. അപ്പം ഞാൻ ആലോചിച്ചു, ശരിക്കും ഞാൻ വെറുതെ പാടിയതാ, ഇത് മതി, ഓക്കെ. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഇപ്പോൾ വെച്ചു. ഹാഫ് ആൻ അവറിൽ ഞാൻ കംപ്ലീറ്റ് സോങ് സെറ്റ് ചെയ്തു. അതിൻ്റെ കമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. തിരി തിരി തരരിരി. ആ വരികൾ ശ്രദ്ധിക്കണം. ആ ട്യൂൺ കേട്ട് കഴിയുമ്പോൾ ആ ട്യൂണിലുള്ളൊരു ഭാവമുണ്ട്. തിരി തിരി എന്ന് പറയുമ്പം എവിടെ തുടങ്ങി ഇനി എങ്ങോട്ട് പോകുന്ന അറിയാത്ത ഒരു ഫീലാണ് അതിലുള്ളത്. വിജനതയിൽ പാതി വഴി തീരും ചുരിമണലിൽ വീണുവയിലാരും ആഴമറിയാ. ആ ഞാൻ താരരിരി ഇന്ന് താഴത്തോട്ട് പോകുമ്പോൾ ആ താഴത്തോട്ട് പോകുന്ന മ്യൂസിക് താഴത്തോട്ട് പോകുമ്പോൾ അതിനൊരു ആഴം ഉണ്ടാവണമെന്ന് ജഫ്രിക്ക് തോന്നി. ആഴമറിയാ സാഗരങ്ങൾ താര താര വീണെടുത്തുനിന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥ. സാഗരങ്ങൾ താര താര മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ആഴത്തിലോട്ട് പോയ സാധനം മുകളിലോട്ട് വരണമെങ്കിൽ നീന്തിയേ കയറാൻ പറ്റൂ. സാഗരങ്ങൾ നീന്തി നീന്തി തീരമണയാ കൂരിരുളിലേകയായൊരോളമാകയോ പുലരികളെ ഇതുവഴിയേ. പിന്നെ ഒരു ഫീമെയിലിൻ്റെ റേഞ്ച് ഒരു ലോ റേഞ്ച് തൊട്ട് മിഡ് റേഞ്ച് തൊട്ട് ഹൈ റേഞ്ച് വരെ എല്ലാ റേഞ്ചസും കവർ ചെയ്തിട്ടുള്ളൊരു സോങ്ങാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഇത് ആര് പാടി നന്നാവും നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള 3 സ്ഥായിൽ എല്ലാ രീതിയിലും എല്ലാ റേഞ്ചിലും ഒരേ തിക്നെസ് കിട്ടുന്ന ഒരു ഗായിക എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ആ സമയത്ത് ശ്രേയ ഘോഷാൽ മാത്രമേ എൻ്റെ മനസ്സിൽ വന്നുള്ളൂ. അങ്ങനെ ശ്രേയാജി എടുത്ത് പോകുന്നു, അവിടെ ബോംബെയിൽ പോകുന്നു, റെക്കോർഡ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ശ്രേയാജി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാടിയൊരു പാട്ടാണ്, ഗംഭീരമായിട്ട് പാടും. ആ സിനിമയ്ക്കും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷണൽ സോങ് ആണ്. ഒരു സ്ത്രീകളുടെ ഒരു പാട്ട്, അത് വീണ് കിടക്കും. പലരും എന്നെ വിളിച്ച് പറയാറുണ്ടെങ്കിൽ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയത്ത്, ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പാട്ട് പ്രാവശ്യം കേട്ടാൽ ഒന്നും സംഭവിച്ചിട്ടുള്ള ഉയർത്തെഴുന്നേൽക്കാം, വീണ്ടും നമുക്കൊന്നും പറ്റില്ല, ലെറ്റ്സ് കോൺകർ ദ വേൾഡ് എന്നുള്ളൊരു ഫീല് കിട്ടുന്ന പാട്ടാണെന്ന് ഒരുപാട് സ്ത്രീകൾ എന്നോട് വിളിച്ച് പറഞ്ഞു. ആ ഫീല് കറക്റ്റായിട്ട് കൊണ്ടുവന്നത് ഉണ്ടാവേണ്ടിയിരുന്നു. താങ്ക് യു, താങ്ക് ഗോഡ്. ബാംഗ്ലൂർ ഡേയ്സിനെ കുറിച്ച് ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ട്രോളല്ല, നമ്മുടെ പാട്ടിനെ കുറിച്ച് പറയുന്ന ദിവാകൃഷ്ണ ഒരു സംഗതി ചെയ്തിട്ട് തുടക്കം മാംഗല്യം തന്തുനാനെ പിന്നെ ജീവിതം എന്നുള്ളതാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ആണോ പിമ്പ് ആണോ എന്നുള്ളത് സംശയം വന്നിട്ട് പിമ്പ് എന്ന് കേൾപ്പിച്ചു. പിന്നെ ജീവിതം എന്നല്ല, പിൻപ് ജീവിതം എന്നല്ല. അപ്പൊ പിമ്പ് ജീവിതമാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഞെട്ടല്ല. അപ്പൊ ഞാനും വിചാരിച്ചു, അയ്യോ ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇത്രയും കാലം നമ്മൾ കേട്ടപ്പോൾ. സന്തോഷേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് ഈ പാട്ടിനെ കുറിച്ച്. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് ഓർത്തു. അപ്പോഴാണ് കമന്റ് ബോക്സിൽ കയറി നോക്കിയാൽ മനസ്സിലാവുന്ന പറഞ്ഞാൽ കമന്റ് ബോക്സിൽ തെരുവിളിയാ, തമിഴ് പാട്ടിനെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നീ ഇത് ചെയ്യുന്നോളാം. അതെ അതെ അതെ. പിന്നെ ആ പാട്ട് ഇറങ്ങുന്ന സമയത്ത് തന്തുനാനേന തുംതനാനേന, അപ്പം ഇതിനൊരു അർത്ഥം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു തുടക്കം മാംഗല്യം രസകരമാണ്, അതാണ് തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. എങ്ങനെ വേണം എടുക്കാം, ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, ചിലപ്പോൾ ജീവിതം കൊഞ്ഞാട്ടായി പോകുന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ആ രണ്ടർത്ഥവും നമ്മൾ വായിച്ചു എന്നുള്ളതാണ്. സന്തോഷേട്ടൻ എഴുതുന്ന സമയത്ത് ഇത് എങ്ങനെയാ വന്നത് സംഭവം? ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് സന്തോഷേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുക, നാളെ രാവിലെ ഷൂട്ടാ. അതാണ് എൻ്റെ അവസ്ഥ. അത്ര ബ്രിം സ്റ്റേജിലാണ്.
അപ്പം അതിനും ലിറിക്സിസ്റ്റിന് ട്യൂൺ റെഡി ചെയ്യാൻ കൊടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സന്തോഷം എഴുതാൻ സന്തോഷം ഞാൻ വരാൻ പറഞ്ഞു. സന്തോഷേട്ടനുണ്ട്, അഞ്ജലി മേനുണ്ട്, എല്ലാവരും ഉണ്ട്. ആദ്യം പച്ചക്കിളിക്ക് ഒരു കൂട്, പച്ചക്കറിയുള്ള ട്യൂണൊക്കെ സെറ്റ് ചെയ്ത് പുള്ളി എഴുതി. ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ബാൽക്കണിയുടെ അവിടെ പോയി നിൽക്കുന്നു. സന്തോഷേട്ടൻ ഇവിടെ ഇരുന്ന് എഴുതുന്നു. ബാൽക്കണിയുടെ അവിടെ പോയി ഞാൻ ഇങ്ങനെ വാവിളിച്ച് ഇങ്ങനെ ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയ അങ്ങനെ നോക്കി. ഞാനാണ് പറഞ്ഞത്, തുടക്കം തന്തു ഞാനേന തുടക്കം മാംഗല്യം തന്തു ഞാനേന, ഇങ്ങനെ എഴുതിയ എങ്ങനെയുണ്ടാവും ചേട്ടാ? പിന്നെ ജീവിതം തന്നു. അപ്പൊ ഞാൻ എന്ത് അല്ല, പിന്നെ ജീവിതം തുന്തുനാനേന. ഇത് കൊള്ളാലോ, ഇങ്ങനെ ഉണ്ടാവുന്നത്. സന്തോഷം മീറ്ററിൽ പിടിച്ച് ഭയങ്കര റിസൾട്ട് എഴുതും. ഞാൻ പാടുവെങ്കിൽ കറക്റ്റായിരുന്നു. അപ്പം അഞ്ജലി ഉണ്ട്. അപ്പം അഞ്ജലി പറഞ്ഞിങ്ങനെ അത് വർക്കാവുമെന്നു. ഞാൻ പറഞ്ഞു ഇത് വർക്കാവും. അതായത് ഒരു പ്രശ്നമുണ്ട് അതിന്, അത് ഡെഫിനറ്റ്ലി പ്രശ്നമാവും. അതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡിഫറൻസ് ആയിട്ട് ചെയ്യുന്നവരെ മാത്രമേ കല്ലേറ് കൊള്ളത്തുള്ളൂ. അതായത് വിവാദം എന്ന് പറഞ്ഞൊരു സംഭവം എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നാട്ടുനടപ്പ് ഇപ്പം പണ്ട് ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞപ്പോൾ തലവെട്ടി കളയാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞാല് അതുപോലെയാണ്. നീ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ആദ്യം കല്ലേറ് വീഴും, പിന്നെ അത് നോർമലാവും. അത് ബിഗ് ബി ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ മാത്രമല്ല അതേ പാട്ട് തന്നെ എടുത്തിട്ട് ഇപ്പം നമ്മൾ കൊണ്ട് ഏതെങ്കിലും ഒരു സാധാരണ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റുള്ള ഒരു അധികം ഫേമസ് ഒന്നും അല്ലാത്തൊരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഇടുകയാണെങ്കിൽ ഭയങ്കര വിവാദപരമായ ഒരു പാട്ടാവുകയും ഭയങ്കര പ്രശ്നമുള്ള ഇത് കൊള്ളൂല, വൃത്തികെട്ട പാട്ടാണെന്നൊക്കെ. പക്ഷെ അത് വരുന്ന എപ്പോഴും ഒരു പ്ലാറ്റ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മ്യൂസിക്കിനായാലും നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോം കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവിടെ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്, നസ്രിയുണ്ട്, നിവിൻ പോളിയുണ്ട്, അങ്ങനെ എല്ലാവരും അതിൻ്റെ കട്ടയ്ക്ക് എല്ലാം ഒരുമിച്ച് നിൽക്കുകയും ആ ഒരു പില്ലേഴ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാട്ട് ഇറങ്ങുമ്പോഴാണ് ആ പാട്ട് ജനങ്ങളിലോട്ട് എത്തുന്നത്. ചില കാര്യങ്ങൾ ചില ആളുകൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നത്. പണ്ട് ഒരു അമ്മയ്ക്ക് സുഖമില്ല, അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. പക്ഷെ നെടുമുടി കൊണ്ട് സാർ പറഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിക്കും എന്ന് പറഞ്ഞു അതിനുവേണ്ടി നെടുമുടി സാറിന് ഇടാറുണ്ട് ചിലത് അല്ലേ, തിലകൻ ചേട്ടനൊക്കെ ഇടുമ്പോൾ. ആ ഒരു കാര്യം പറയാനായിട്ട് ഇന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് അവതരിപ്പിക്കാൻ ഇത്രയും ഒരു സന്നാഹം തന്നെ വേണ്ടി വന്നു. വേറൊരു സിനിമയിലാണ് അത് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ എല്ലാവരും കടിച്ചു കീറി തുപ്പിയേനെ.